എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് സൂര്യ എന്ന പെൺകുട്ടി മരണമടഞ്ഞത്. അരളിയുടെ ഇലയും പൂവും വായിലിട്ട് ചവച്ചു. ഇത്രമാത്രം ചെയ്ത്, പക്ഷെ അതിന്റെ വിഷം അതിന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയും മരണപ്പെടുകയും ചെയ്തു. എല്ലാവരെയും സങ്കടത്തിലാഴ്ത്തിയ ഒരു അവസ്ഥയാണ്. ഈ അരളിയെ കുറിച്ച് പറഞ്ഞാൽ, നമ്മുടെ കേരള സംസ്ഥാനത്തിനോട് അടുത്ത് ചേർന്ന ചില സംസ്ഥാനങ്ങളിൽ, ചില ഗ്രാമങ്ങളിൽ നവജാത ശിശു പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി ഈ അരളിയുടെ കുരു ഉപയോഗിച്ചിരുന്നു. അരളിയുടെ കുരു അത് അരച്ച് വായിൽ വെച്ച് കൊടുക്കുക, കുട്ടി മരണപ്പെടും. അപ്പോ ഈ അരളിയുടെ സമൂലം വളരെ വിഷമയമാണ്. ഇപ്പോൾ ഈ അരളിയുടെ ധാരാളം പൂക്കളുടെ ആവശ്യങ്ങൾ വന്നപ്പോൾ കേരളത്തില് മൊത്തത്തിലേക്ക് കടന്നുവരുന്ന അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കടന്നുവരുന്ന മുഴുവനും അരളിപ്പൂക്കളാണ്. അപ്പൊ ഈ അരളിപ്പൂക്കൾ കൊണ്ടാണ് ഇപ്പൊ സത്യം പറഞ്ഞ ഇവിടെ ഏതൊരു ഫംഗ്ഷൻ വന്നാലും മറ്റു മാലകൾ നിർമ്മിക്കാനും ബൊക്കെ ഉണ്ടാക്കാൻ, റീത്ത് വയ്ക്കാൻ, ഇങ്ങനെയുള്ള എല്ലാത്തിനും അരളിപ്പൂക്കളാണ് ഉപയോഗിക്കുന്നത്. കാരണം ഒത്തിരി വലിയ വിലയുമില്ല, എന്നാൽ ധാരാളം ലഭിക്കുകയും ചെയ്യുന്ന പൂക്കളാണ് അരളി. പക്ഷെ ഇനി നമ്മൾ അരളിയെ ഒന്ന് കരുതി ഇരിക്കുക. അതുപോലെ നമ്മുടെ അടുത്തുള്ള വിഷമയമായ സസ്യങ്ങളെ തിരിച്ചറിയുക. ഇതിപ്പോ വിഷമയമായ എന്ന് പറഞ്ഞ കുന്നിക്കുരു, കാഞ്ഞിരക്കുരു, അരളിയുടെ സമൂലം, അതുപോലെ എരിക്കിന്റെ പൂവ്, ഓതളങ്ങ, ഇതെല്ലാം വിഷമയമായ സസ്യങ്ങളാണ്. അപ്പൊ ഈ പണ്ട് കാലത്ത് ഈ ഓതളങ്ങ അവര് ആത്മഹത്യ ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു ചില മനുഷ്യര്. ഇന്ന് അതേ സമയത്ത് ഈ ഓതളങ്ങ പല സ്ഥലത്തും കൃഷി ചെയ്യുന്നുണ്ട്. അതെല്ലാം കീടനാശിനി നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ കീടനാശിനിക്ക് വേണ്ടി പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഓതളങ്ങ. അപ്പൊ ഇങ്ങനെ വിഷമയമായ സസ്യങ്ങളെ നമ്മൾ കണ്ടറിയുകയും അകറ്റി നിർത്തുകയും വേണം.